കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിൽ മിക്കപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ്, എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് കോമ്പൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ വാക്കിൽ തന്നെ ഉണ്ട്. എന്താണ് കോമ്പൗണ്ട്? കൂടിച്ചേരൽ എന്നാണ്, അല്ലെങ്കിൽ മിശ്രിതം എന്നൊക്കെയാണ് കോമ്പൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തിന്റെ കൂടിച്ചേരലാണ് അല്ലെങ്കിൽ എന്തിന്റെ മിശ്രിതമാണ്? വാക്കുകളുടെ മിശ്രിതമാണ്, അല്ലെങ്കിൽ വാക്കുകളുടെ കൂടിച്ചേരലാണ്. അതായത് രണ്ടോ അതിലധികമോ വാക്കുകളുടെ കൂടിച്ചേരലിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഏതെങ്കിലും രണ്ടോ അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്ന് ഒരു അഡ്ജക്റ്റീവായിട്ട് ഫോം ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വാക്കുകളുടെ കൂട്ടം ഒരു അഡ്ജക്റ്റീവിന്റെ റോൾ വഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സിനെ കണ്ടെത്താൻ കഴിയുക? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തീർച്ചയായിട്ടും ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? വിശേഷണമായിരിക്കും. എന്തിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും? നൗണിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു നൗണിനെ നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നൗണിനെ വിശേഷിപ്പിക്കുന്ന നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ അഡ്ജക്റ്റീവ്സ് തന്നെ രണ്ടോ മൂന്നോ വാക്കുകൾ കൂടിച്ചേർന്ന് നിൽക്കും. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഒരു സെന്റൻസിൽ വരുമ്പോൾ ആ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന വാക്കുകളുടെ കൂട്ടമാണെന്ന് പറഞ്ഞല്ലോ, രണ്ടോ അതിലധികമോ വാക്കുകളുടെ കൂട്ടമാണെന്ന് പറഞ്ഞല്ലോ, ആ വാക്കുകളുടെ ഓരോ വാക്കിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ഹൈഫൻ ഉണ്ടാവും. അതായത് ഈ പറയുന്ന വാക്കുകളുടെ ഇടയിലെല്ലാം ഓരോരോ ഹൈഫൻസ് ഉണ്ടാവും. അങ്ങനെ ആണ് മിക്കപ്പോഴും കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് നമ്മൾ എഴുതേണ്ടത്. അതാണ് എന്താണ് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള റൂൾ. നമ്മളൊരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എഴുതുമ്പോൾ ആ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സിൽ എന്തുണ്ടാവും? രണ്ട് മൂന്ന് വാക്കുകൾ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാവും. ആ വാക്കുകളുടെ ഇടയിൽ നമ്മൾ എന്തുണ്ടാവണം? ഹൈഫൻ ഇടണം. അതാണ് ഒരു റൂൾ. ഉദാഹരണത്തിന് നോക്കുക, ബ്രൈറ്റ്ലി ലിറ്റ് ക്ലാസ് റൂം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്താണ്? ഈ ബ്രൈറ്റ്ലിയും ലിറ്റും ഇത് രണ്ട് വാക്കുകളാണ്. ആ വാക്കിനിടയ്ക്കുന്നുണ്ട് ഒരു ഹൈഫൻ ഉണ്ട്. ഇനി ക്ലാസ് റൂം നമുക്കറിയാം എന്താണ്? ഒരു നൗണാണ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ. ആ ക്ലാസ് റൂമിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ബ്രൈറ്റ്ലി ലിറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് എഴുതിയിരിക്കുന്നത്. ഈ അഡ്ജക്റ്റീവിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. കാരണം ബ്രൈറ്റ്ലി എന്ന് പറയുന്നത് വേറെ ഒരു വാക്ക്, ലിറ്റ് എന്ന് പറയുന്നത് അടുത്ത വാക്ക്. ഇത് രണ്ടും കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? ഒരു അഡ്ജക്റ്റീവായിട്ട് മാറും, അല്ലെങ്കിൽ അഡ്ജക്റ്റീവിന്റെ റോൾ വഹിക്കുന്നു. അതുകൊണ്ട് നമുക്കിതിനെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ഒപ്പം ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് നോക്കുമ്പോൾ ഈ രണ്ട് വാക്കുകളുടെ എന്തുണ്ട്? ഒരു ഹൈഫൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് കാണാൻ കഴിയും? ഹൈഫൻസ് കാണാൻ കഴിയും. കാരണം വാക്കുകളുടെ ഇടയിൽ ഓരോരോ ഹൈഫൻസ് ഉണ്ടാവും. ഇനി ഇങ്ങനെ ഹൈഫൻ ഇല്ലാതെ നമുക്ക് എന്തെഴുതാം? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സിന് എഴുതാം. അതെങ്ങനെയാണ്? ഇൻവെർട്ടഡ് കോമിക്കുള്ളിൽ. ഓക്കെ, ഉദാഹരണത്തിന് ബ്ലൂ ഐഡ് കിഡ്സ് എന്ന് പറയുന്ന ഇതിനകത്ത് ഈ ബ്ലൂ ഐഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. പക്ഷെ ആ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നില്ല? ഹൈഫൻ കാണാൻ കഴിയുന്നില്ല. പകരം ആ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്തിനുള്ളിലാണ് കിടക്കുന്നത്? ഇൻവെർട്ടഡ് കോമിക്കുള്ളിലാണ് കിടക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് നമുക്ക് എഴുതാൻ കഴിയും. ഇനി അടുത്തതോ, ക്യാപിറ്റൽ ലെറ്ററിൽ നമുക്ക് എഴുതാൻ പറ്റും കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. അതെങ്ങനെയാണ് നോക്കുക. കോൾഡ് ബ്ലഡഡ് മാൻ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കോൾഡ് ബ്ലഡഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. പിന്നെ മാൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നൗൺ ആണ്. നമ്മൾ ഇങ്ങനെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റർ വരുന്ന ഏത് സാഹചര്യത്തിലായിരിക്കും? നമുക്ക് ഏതെങ്കിലും ടൈറ്റിൽ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു നോവലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറിയോ എന്തോ ആയിക്കോട്ടെ, അപ്പൊ അതിന്റെ പേര് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആയിട്ടായിരിക്കാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കോമ്പൗണ്ട് അഡ്ജക്റ്റീവിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാം. ഓക്കെ,
ഇനി നമുക്ക് എങ്ങനെ എഴുതാം കോമ്പൗണ്ട് അഡ്ജക്റ്റീവിനെ? ഇറ്റാലിക്സിൽ എഴുതാം, എന്നുവെച്ചാൽ ചരിച്ചെഴുതാം. ഉദാഹരണത്തിന് ലെഫ്റ്റ് ഹാൻഡഡ് പീപ്പിൾ. ഇവിടെ ലെഫ്റ്റ് ഹാൻഡഡ് എന്ന് പറയുന്നതാണ് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ആ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു സെന്റൻസിൽ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ ആ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഒന്നുകിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഹൈഫൻസ് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിലായിരിക്കും ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് വന്നിരിക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് വരിക, അല്ലെങ്കിൽ ഇറ്റാലിക്സിലായിരിക്കും ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു, അതിന് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് പഠിച്ചു. ഇനി PSC പരീക്ഷകൾ എങ്ങനെയായിരിക്കും ചോദ്യം വരിക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, PSC പരീക്ഷയിൽ ഒരിക്കലും ഈ പറയുന്ന റൂളിനനുസരിച്ച് ചിലപ്പോൾ ചോദിക്കത്തില്ല. അതായത് ഈ പറയുന്ന കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് തരുമ്പോൾ അതിനകത്തൊരു ഹൈഫൻ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഇറ്റാലിക്സിൽ തരണമെന്നില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തരണമെന്നില്ല, അല്ലെങ്കിൽ ബോൾഡ് ആയിട്ട് തരണമെന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. The captain is wearing an olive green uniform. ഇവിടെ ഈ സെന്റൻസിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. PSC പരീക്ഷ നമുക്ക് മിക്കപ്പോഴും, അല്ലെങ്കിൽ PSC പരീക്ഷ എന്നല്ല, മറ്റുള്ള മത്സര പരീക്ഷകളെല്ലാം നമ്മുടെ അറിവ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവിനെ കണ്ടെത്താൻ പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ പോലും ഗ്രാമാറ്റിക്കൽ റൂളിനനുസരിച്ച് ഈ പറയുന്ന കോമ്പൗണ്ട് അഡ്ജക്റ്റീവിൽ നമുക്കൊരു ഹൈഫനോ, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിലോ, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഇറ്റാലിക്സിലോ കാണണമെന്നില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലോ കാണണമെന്നില്ല. ഇവിടെ നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ റൂൾ അവർ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഇട്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കണ്ടെത്തണം. ഇതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇവിടെ നോക്കുമ്പോൾ ഈ സെന്റൻസിൽ ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഉണ്ട്. നോക്കുക, ഏതായിരിക്കും അത്? താണ്ടി ഈ പറയുന്ന ഒലീവ് ഗ്രീൻ എന്നുള്ളതാണ്. അതാണ് ഒലീവ് ഗ്രീൻ. ഇതൊരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. കാരണം എന്താ? ഈ യൂണിഫോം എന്ന് പറയുന്ന നൗണിനെ എന്ത് ചെയ്യാണ്? വിശേഷിപ്പിക്കുക. യൂണിഫോം ഒരു നൗണാണ് ഇവിടെ. ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഒലീവ് ഗ്രീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ അഡ്ജക്റ്റീവ് എങ്ങനെയാണ്? കോമ്പൗണ്ട് രൂപത്തിലാണ് കിടക്കുന്നത്. കാരണം രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാക്കുകൾ ചേർന്നുണ്ടാകുന്നതിനാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒലീവ് ഗ്രീൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ നോക്കുമ്പോൾ അവിടെ എന്തുണ്ട്? രണ്ട് വാക്കുകളുണ്ട്. ഏതൊക്കെ? ഒലീവും ഗ്രീനും. അതുകൊണ്ട് തന്നെ അത് കോമ്പൗണ്ട് ആണ്, കൂടിച്ചേരലാണ് രണ്ട് വാക്കുകളുടെ. ആ കൂടിച്ചേർന്നുണ്ടാകുന്ന ആ രണ്ട് വാക്കുകൾ എന്തിന്റെ റോൾ വഹിക്കുന്നു? അഡ്ജക്റ്റീവിന്റെ റോൾ വഹിക്കുന്നു. അതുകൊണ്ട് നമുക്കിതിനെ എന്തെന്ന് വിളിക്കാം? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒലീവ് ഗ്രീൻ എന്ന് പറയുന്നതാണ് ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഷി ഹാസ് ഗോട്ട് എ ബ്രാൻഡ് ന്യൂ ജമ്പർ. ഇവിടെ നോക്കാം, ഇവിടെ ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ നമ്മളത് കണ്ടെത്തുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നൗണിനെ കണ്ടെത്തണം. ഇവിടുത്തെ നൗൺ ഏതാണ്? ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ഈ ജമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ജമ്പറിനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ജമ്പർ എങ്ങനെയുള്ള ജമ്പറാണ്? ബ്രാൻഡ് ന്യൂ ആണ്. ന്യൂ. അപ്പൊ ഇവിടുത്തെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ബ്രാൻഡ് ന്യൂ എന്നുള്ളതാണ്. കാരണം ഈ ജമ്പർ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ബ്രാൻഡ് ന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രാൻഡ് ന്യൂ ഒരു അഡ്ജക്റ്റീവ് ആണ്. അത് എങ്ങനെയുള്ള അഡ്ജക്റ്റീവ് ആണ്? കോമ്പൗണ്ട് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഷി ഹാസ് ഗോട്ട് എ ബ്രാൻഡ് ന്യൂ ജമ്പർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഏതാണ്? ബ്രാൻഡ് ന്യൂ എന്നുള്ളതാണ്. ഇനി നമ്മളപ്പം തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവിനെ കണ്ടെത്താൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ PSC ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിൽ ആ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു ഷുഡ് റീഡ് ദിസ് ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറി. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. അതിൽ തന്നിരിക്കുന്ന സെന്റൻസിലെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവിനെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ ഹൈഫനോ അല്ലെങ്കിൽ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുകയോ അല്ലെങ്കിൽ ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുകയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സൂക്ഷിച്ച് കണ്ടെത്തണം. നോക്കുക, എന്താണ് പറഞ്ഞിരിക്കുന്നത്? യു ഷുഡ് റീഡ് ദിസ് ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറി. നിങ്ങൾ ഈ പറയുന്ന ഹൃദയഭേദകമായിട്ടുള്ള ഈ കഥ നിങ്ങൾ വായിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തിനാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? ഈ സ്റ്റോറിയാണ് വിശേഷിപ്പിക്കുന്നത്, കഥയെ. ആ കഥ എങ്ങനെയുള്ള കഥയാണ്? ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. അപ്പൊ ഈ ഹാർട്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ഇവിടുത്തെ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്.
അത് എങ്ങനെയുള്ള അഡ്ജക്റ്റീവ് ആണ്? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. കാരണം എന്താ? ഈ അഡ്ജക്റ്റീവ് രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഹാർട്ട് എന്ന് പറയുന്നതും ബ്രേക്കിംഗ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നുണ്ടായ അഡ്ജക്റ്റീവാണ്. അപ്പൊ രണ്ടോ അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്ന് ഒരു അഡ്ജക്റ്റീവിന്റെ റോൾ വഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാർട്ട് ബ്രേക്കിംഗ് എന്ന് പറയുന്നതാണ് ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവാണ്. അപ്പൊ ഇവിടുത്തെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഏതാണ്? ഈ ഹാർട്ട് ബ്രേക്കിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഹാർട്ട് ബ്രേക്കിംഗ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ഹിസ് 19-year-old സിസ്റ്റർ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ 19-year-old എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യുന്നു? ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിയർ ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ആർ. അതായത് ഈ പറയുന്ന വാക്കുകൾ, എങ്ങനെയുള്ള വാക്കുകൾ ഇങ്ങനെ ചരിച്ച് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തായിരിക്കും ഇവിടെ നോക്കുക. ഇവിടെ എന്തിനെ വിശേഷിപ്പിക്കുന്നു? ഈ സിസ്റ്റർ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നു. ഏത്? ഈ 19-year-old എന്ന് പറയുന്നത്. അത് 19 വയസ്സ് പ്രായമുള്ള സിസ്റ്റർ എന്നാ പറയുന്നത്. അങ്ങനെ ഈ സിസ്റ്ററിനെ അല്ലെങ്കിൽ സഹോദരിയെ വിശേഷിപ്പിക്കാൻ ഏത് വാക്കുകൾ കൊണ്ട്? 19-year-old. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് എന്തായിരുന്നു? ഒരു അഡ്ജക്റ്റീവിന്റെ റോള് വഹിക്കുന്നു. ഈ വാക്കുകളെല്ലാം കൂടെ ചേർന്ന് ഇവിടെ നോക്കുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകളുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ കൂടി ചേർന്ന് ഒരു അഡ്ജക്റ്റീവിന്റെ റോൾ വഹിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്ന ഈ വാക്കുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്നാണ്. ഇനി അടുത്ത് നോക്കാം. ദ ബേബി ഈസ് പ്ലേയിങ് വിത്ത് എ ലൈറ്റ് ബ്ലൂ ടോയ്. ഹിയർ ദ വേർഡ്സ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താണ് ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്? ലൈറ്റ് ബ്ലൂ എന്നുള്ള ഈ രണ്ട് വാക്കുകളാണ് ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. ഇത് എന്തിനെ വിശേഷിപ്പിക്കുന്നതാണ്? ടോയ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ ടോയ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ലൈറ്റ് ബ്ലൂ എന്ന് പറയുമ്പോൾ രണ്ട് വാക്കുകളാണ്. ആ രണ്ട് വാക്കുകൾ കൂടി ചേർന്നിരിക്കുകയാണ്. അവ രണ്ടും കൂടെ എന്തിന്റെ റോൾ വഹിക്കുന്നു? ഒരു അഡ്ജക്റ്റീവിന്റെ റോൾ വഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നതാണ് ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവാണ്. ഇതിവിടെ ബോൾഡ് ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചോദ്യം ഈ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്നായിരിക്കും. അപ്പൊ ഇത്തരത്തിലൊക്കെ PSC പരീക്ഷയിൽ ചോദിക്കും. ഇനി അടുത്ത് നോക്കാം. ഹർ ന്യൂ ലുക്കിംഗ് ഔട്ട്ഫിറ്റ് ഹാസ് ബീൻ ബോട്ട് ഇൻ എ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ്. ഇവിടെ എന്താ ചോദ്യം? ഹൗ മെനി കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ആർ ഹിയർ. ഇവിടെ ഈ പറയുന്ന സെന്റൻസിൽ എത്ര കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ഹർ ന്യൂ ലുക്കിംഗ് ഔട്ട്ഫിറ്റ്. ഇവിടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന നൗൺ ഉണ്ട്. അതുപോലെ തന്നെ ഷോപ്പ് എന്ന് പറയുന്ന നൗണും ഇവിടെ ഉണ്ട്. ഓക്കെ, ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന നൗണും ഷോപ്പ് എന്ന് പറയുന്ന രണ്ട് നൗൺസിനെ കാണാൻ കഴിയും. ഈ നൗണിന്റെ തൊട്ടുമുമ്പിൽ എന്താ വന്നിരിക്കുന്നത്? ന്യൂ ലുക്കിംഗ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ഷോപ്പിന്റെ തൊട്ടുമുമ്പ് സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. ഇനി ന്യൂ ലുക്കിംഗ് എന്ന് പറയുന്ന ഈ അഡ്ജക്റ്റീവ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എങ്ങനെയാണ് രൂപപ്പെട്ടത്? ന്യൂ എന്ന് പറയുന്ന വാക്കും ലുക്കിംഗ് എന്ന് പറയുന്ന വാക്കും കൂടെ കൂടിച്ചേർന്ന്, ഇപ്പൊ രണ്ട് വാക്കുകൾ കൂടിച്ചേർന്ന് ഉണ്ടായ ഒരു അഡ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂ ലുക്കിങ്ങിനെ നമുക്ക് എന്ത് വിളിക്കാം? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഇവിടെ നോക്കുമ്പോൾ ഈ ഷോപ്പിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവാണിത് സെക്കൻഡ് ഹാൻഡ്. ഈ അഡ്ജക്റ്റീവ് എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്? സെക്കൻഡ് എന്ന് പറയുന്നതും ഹാൻഡ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നുണ്ടായ അഡ്ജക്റ്റീവാണ്. അങ്ങനെ കൂടിച്ചേർന്നുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അങ്ങനെയാകുമ്പോൾ ഈ സെന്റൻസിൽ രണ്ട് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അതൊക്കെയാണ് ന്യൂ ലുക്കിങ്ങും അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 2 എന്നായിരിക്കണം. ഓപ്ഷൻസ് കാണും 2 അല്ലെങ്കിൽ 1, 3 എന്നൊക്കെ കാണും. ഇവിടെ നമ്മുടെ ആൻസർ 2 എന്നാണ്. അപ്പൊ രണ്ട് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഹർ ന്യൂ ലുക്കിംഗ് ഔട്ട്ഫിറ്റ് ഹാസ് ബീൻ ബോട്ട് ഇൻ എ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് എന്തുണ്ട്? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അതൊക്കെയാണ് ഈ ന്യൂ ലുക്കിങ്ങും അതുപോലെ തന്നെ ഈ പറയുന്ന സെക്കൻഡ് ഹാൻഡ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിലൂടെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്താണെന്ന് പഠിച്ചു. അതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആദ്യം ആ സെന്റൻസിലെ എന്തിനെ ആയിരിക്കണം നോക്കേണ്ടത്? നൗണിനെ ആയിരിക്കണം നോക്കേണ്ടത്. കാരണം നൗണിനെ വിശേഷിപ്പിക്കുന്നതാണല്ലോ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നൗണിനെ വിശേഷിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഭാഗത്തായിരിക്കും കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് വരിക. ഇനി കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് ഒരു അഡ്ജക്റ്റീവിനെ വിളിക്കണമെങ്കിൽ
ആ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എങ്ങനെയായിരിക്കണം? രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ഉണ്ടാകണം. ആ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വാക്കുകൾ എന്തിന്റെ റോളും കൂടെ വഹിക്കണം? ഒരു അഡ്ജക്റ്റീവിന്റെ റോളും വഹിക്കണം. അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടിച്ചേരലിനെയാണ് അങ്ങനെയുള്ള വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.